നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ. ആത്മഹത്യാ പ്രവണതയുള്ളവരുടെ നിരക്കുകളും കൂടി വരുന്നുവെന്ന് വിദഗ്ധർ പറയുന്നു. ഇത് പ്രതിരോധിക്കാൻ വേണ്ടി കാലാകാലങ്ങളിൽ നിരവധി പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കാറുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ 10 അന്താരാഷ്ട്ര ആത്മഹത്യാ പ്രതിരോധ ദിനമായിട്ട് ആചരിക്കുന്നു. ഈ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തെല്ലാം തരത്തിലുള്ള ശ്രമങ്ങളാണ് ആത്മഹത്യ പ്രതിരോധിക്കാൻ വേണ്ടി എടുക്കുന്നത്? ആത്മഹത്യ പ്രവണത എന്തുകൊണ്ടുണ്ടാകുന്നു? ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ മോഹൻ റോയ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ ആത്മഹത്യാ പ്രവണത കൂടി വരുന്നു എന്ന് കണക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആത്മഹത്യ ചെയ്യുന്നവരുടെ നിരക്കുകളും കൂടുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ ഒരു സംശയം, ഇത് മാധ്യമങ്ങളിലൊക്കെ കൂടുതൽ വന്നു തുടങ്ങിയപ്പോഴാണോ, പണ്ടും ഇത് ഉണ്ടായിരുന്നോ എന്നൊരു സംശയം ഉണ്ടാവാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരിക്കലുമല്ല. ലോകാരോഗ്യ സംഘടനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ നമുക്ക് ലഭ്യമാണ്. അത് പ്രകാരം ഒരു വർഷം ഏകദേശം 8 ലക്ഷത്തോളം പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ് കണക്ക്. ഇന്ത്യയിൽ അത് ഏകദേശം ഒരു വർഷത്തോളം 1,35,000 പേരോളം ആത്മഹത്യ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നാം ഈ അരമണിക്കൂർ പരിപാടി നടത്തി കഴിയുമ്പോഴേക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 45% പേർ ആത്മഹത്യ ചെയ്തിരിക്കുമെന്നുള്ളതാണ്. ഇന്ത്യയിലാണെങ്കിൽ ഒരു ദിവസം 15 പേരോളം ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ആത്മഹത്യയുടെ കണക്കുകൾ നാം സാധാരണ സൂചിപ്പിക്കുന്നത് 1 ലക്ഷത്തിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു എന്ന് വെച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തെ 1-ാം സ്ഥാനം ഗയാന എന്ന് പറയുന്ന രാജ്യത്തിലാണ്. അവിടെ 1,00,044 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നതാണ്. ഗയാനയുടെ ചില പ്രത്യേകതകളുണ്ട്. ഈ രാജ്യത്ത് ഏകദേശം ഒരു 8 ലക്ഷത്തോളം ആൾക്കാരാണുള്ളത്. ഈ 8 ലക്ഷത്തോളം ആൾക്കാരുടെ മാനസിക ആരോഗ്യം പരിചരിക്കാനായി അവിടെ വെറും 10 സൈക്യാട്രിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ. അവിടുത്തെ പൊവേർട്ടി, അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. എന്ന് മാത്രമല്ല, ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ തകരാറിലായിരിക്കുന്നു. ഇത്തരം ഘടകങ്ങളൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നാം പിന്നീടുള്ള ചർച്ചയിലേക്ക് വരും. അങ്ങനെ 2-ാം സ്ഥാനത്തെത്തിയിരിക്കുന്ന സൗത്ത് കൊറിയയിൽ 28 നിരക്കുകൾ. 28ഉം 44 എന്നൊരു വളരെ ഭീമമായ ഒരു വ്യത്യാസമുണ്ട്. അത്തരത്തിൽ ഗയാന 1-ാം സ്ഥാനത്തും സൗത്ത് കൊറിയ 2-ാം സ്ഥാനത്തുമാണ്. ഇന്ത്യയിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഏകദേശം ഒരു ആവറേജ് 10 പേരാണ്, 1 ലക്ഷത്തിൽ 10 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇന്ത്യയിൽ മഹാരാഷ്ട്രയും തമിഴ്നാടുമാണ് 1ഉം 2 സ്ഥാനത്തുള്ളത്. കേരളത്തിൽ കുറച്ചുനാൾ മുമ്പ് വരെ ദേശീയ ശരാശരിയുടെ 3 ഇരട്ടി കൂടുതലായിരുന്നു. അതായത് 31-32 വരെ എത്തിയിരുന്നെങ്കിലും ഇപ്പോൾ അത് 24 ആണ് ആ കണക്കായിട്ടാണ് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ആത്മഹത്യ തീർച്ചയായും ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഹെൽത്ത് ബഡ്ജറ്റിനെ ബാധിക്കുന്ന ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ വളർന്നിരിക്കുന്നു. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, ഞാൻ മോനപ്പള്ളിയിൽ നിന്ന് മൈക്കിൾ ജോസഫ്. പറഞ്ഞട്ടെ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ മൈക്കിൾ, എനിക്ക് കേൾക്കാം. ഹലോ. ഇന്നത്തെ ചുറ്റുപാടിൽ ഈ ആത്മഹത്യാ പ്രവണത കൂടുതലായിട്ട് വരുന്നത് ദുർചിന്താഗതിയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അടിസ്ഥാന വശം. അതെ, എന്താണ് ഈ ദുഷ്ചിന്താഗതി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? തോന്നാ ബുദ്ധി. ഹലോ ഹലോ, കേട്ടോ, എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണെന്ന് തോന്നുന്നു. ഡോക്ടർ, ഇപ്പം നമ്മൾ ആത്മഹത്യയ്ക്ക് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു ദിനം ആചരിക്കുന്നു. എന്താണ് ഈ ദിനം ആചരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രാധാന്യം എന്തെല്ലാം? നമ്മൾ 2003 മുതലാണ് ഒരു പ്രത്യേക ദിനം ആചരിക്കുന്നത്. ഈ ദിനത്തിൻ്റെ പ്രത്യേകത സ്വാഭാവികമായി നമുക്കറിയാം. ഈ ഒരു ദിനത്തിൽ ധാരാളം ടെലിവിഷൻ പ്രോഗ്രാമുകൾ നടക്കുന്നു, പത്രമാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരുന്നു, ധാരാളം സമൂഹത്തിൽ ധാരാളം ഡിസ്കഷൻ ഉണ്ടാകുന്നു, ഫേസ്ബുക്ക് പോലുള്ള നവസാമൂഹിക മാധ്യമങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകൾ വരുന്നതിലൂടെ നമുക്ക് ആത്മഹത്യയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാന പ്രശ്നമായി നാം കാണുന്നത്, ഞങ്ങൾ മനോരോഗ ചികിത്സാ വിദഗ്ധർ കാണുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊക്കെ ഒരു അറപ്പാണ്, ഒരു അപജ്ഞയാണ്. അതായത് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പിടിച്ച ഒരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില നിയമവശങ്ങൾ ഇന്ത്യയിൽ അത് നേരത്തെ ഉണ്ടായിരുന്നു, നമ്മളിപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. അത് നിയമവശങ്ങൾ ഉള്ളതായി നമ്മൾ ഭയപ്പെടുന്നു. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തിയുടെ കുടുംബത്തോട് അതിന് മുമ്പ് ആത്മഹത്യ ചെയ്യുന്ന വ്യക്തി അതിന് മുമ്പ് തന്നെ ധാരാളം സൂചനകൾ നൽകിയിട്ടുണ്ടാകും. നമ്മുടെ സമൂഹത്തിൽ അതൊന്നും തിരിച്ചറിയാനുള്ള സംവിധാനങ്ങളില്ല. പല പഠനങ്ങളും കാണിക്കുന്നത് ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തി അതിന് 2 ആഴ്ച മുമ്പായി കുറഞ്ഞത് 3-4 ഡോക്ടർമാരെ കണ്ട് അദ്ദേഹത്തിൻ്റെ പല പ്രശ്നങ്ങൾ, അതായത് ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ, ശാരീരിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളായി പറയും. അതായത് ശരീരത്തിൽ എവിടെയൊക്കെ വേദനയുണ്ട്, തലവേദനയുണ്ട്, ഇതൊക്കെ യഥാർത്ഥത്തിൽ മാനസിക രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് കണ്ടുപിടിക്കുന്നതിൽ ഇവർ പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു ക്രൈ ഫോർ ഹെൽപ്പ്, അതായത് സഹായത്തിന് വേണ്ടിയുള്ള അവരുടെ ഒരു ദീനരോധനം മാത്രമാണ് ആത്മഹത്യാശ്രമം. പക്ഷേ നിർഭാഗ്യവശാൽ അത് പൂർണ്ണമായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അവർ മരിക്കുന്നത്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, അതിനുശേഷം തുടരാം. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ലൈവ് പ്രോഗ്രാം കണ്ടോണ്ട് ഞാൻ വിളിക്കുവാണ്. അതെ, പറഞ്ഞോളൂ. ഞാനിപ്പോ കൊറോണയിലായിട്ട് പണിയില്ലായിരിക്കുന്നുണ്ടേ. അതെ. അപ്പൊ പിന്നെ ഇതിപ്പോ ലൈവ് പ്രോഗ്രാം കരുതി കണ്ടോണ്ട് ഞാൻ വിളിച്ചാ. അതെ, പറഞ്ഞോളൂ.
ലൈവ് തന്നെയാണ്, ചോദിച്ചോളൂ. സംശയം എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന് ഈ ലൈവ് പ്രോഗ്രാം കണ്ടപ്പോൾ എന്തെങ്കിലും ചോദിക്കണം എന്നുള്ളതുകൊണ്ട് ചോദിച്ചതായിരിക്കാം. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പലതരത്തിലുള്ള സൂചനകൾ നമ്മൾ നൽകുന്നുണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ പോലെ പലയിടത്തും നമ്മൾ കേൾക്കാം ഇത്രയും ദിവസം എൻ്റെ സുഹൃത്തായിരുന്ന ഒരാൾ ദാ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പലരും ഷോക്ക്ഡായി പോവും, അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പോൾ സൗഹൃദങ്ങൾ ഒരുപാട് നമ്മൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലാണ്, നേരിട്ട് സംവദിക്കാത്ത അവസ്ഥകൾ. അത് എത്രത്തോളം ഇത്തരം പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ കാരണമാകുന്നുണ്ട്? രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ, നവസാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് അംഗങ്ങളുണ്ട്, നമുക്ക് സുഹൃത്തുക്കളുണ്ടെന്ന് പറയാം. 1500 പേർ നമ്മുടെ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളുണ്ട് എന്ന് പറയുന്നത് പലരും ഒരു അഭിമാനം പോലെ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾക്കൊരു യഥാർത്ഥത്തിൽ ആവശ്യം വന്നാൽ ഈ 1500 പേര് ഉണ്ടാകുമോ, അതോ നിങ്ങൾക്ക് അടുത്ത സുഹൃത്തുക്കളായ 3-4 പേരായിരിക്കുമോ ഉണ്ടാകുന്നത്? അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം എക്സ്പോഷറുകൾ വരുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത പലരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പാറ്റേൺ കാണാൻ സാധിക്കും. അതായത് ഇവർ പലപ്പോഴും ചില സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം. എനിക്ക് സുഖമില്ലായ്മ പോലെതോ, അല്ലെങ്കിൽ ഇവർ ഷെയർ ചെയ്യുന്ന പടങ്ങൾ ഒരു കണ്ണുനീരിൻ്റെ പടമുള്ളതോ അല്ലെങ്കിൽ ഒരു ദുഃഖകരമായ ഒരു സൂചന നൽകുന്നതോ ഒക്കെ ആയിരിക്കും. നിർഭാഗ്യകരമായ ഒരു കാര്യം, ഇത് തിരിച്ചറിയുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ആത്മഹത്യയെക്കുറിച്ചുള്ള അവബോധം സമൂഹത്തിൽ കുറവായതിനാൽ ഇത് തിരിച്ചറിയാൻ, ഈ സൂചകങ്ങൾ തിരിച്ചറിയാൻ നാം പരാജയപ്പെടുന്നിടത്താണ് ഇവർ ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിലും ഫേസ്ബുക്ക് ഈ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കാളിയാവാൻ ഉള്ള സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള സാന്നിധ്യങ്ങളിലൂടെ, അതായത് ഇപ്പോൾ പല ഭാഷകളിലുണ്ട്, ഈ ഭാഷകളിലുള്ള ആത്മഹത്യയെ സൂചിപ്പിക്കുന്ന ചില സൂചകങ്ങൾ ചില വാക്കുകളായിട്ടോ ചില പോസ്റ്റുകളായിട്ടോ ഷെയറുകളായിട്ടോ പടങ്ങളായിട്ടോ വന്നാൽ തീർച്ചയായും ഇവ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ഒരു വ്യക്തിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ ഹലോ, നമസ്കാരം, ചോദിച്ചോളൂ. എനിക്ക് മുമ്പ് തൊട്ടേ ഉള്ള ഒരു ആത്മഹത്യ ചെയ്താൽ എന്താ ചെയ്യണം, അത് പിന്നെ എന്റെ ആഗ്രഹങ്ങളൊന്നും സഫലമാകാത്ത ഒരു വീട് സ്വപ്നമായിരുന്നു. അപ്പൊ അതൊക്കെ അതിനൊക്കെ പണിയൊക്കെ കഴിയില്ല എന്ന് ഇരിക്കും. പിന്നെ അത് റിവൈൻഡ് ചെയ്യും. പിന്നെ ഇങ്ങനെ റോഡ് മുന്നിലൂടെ പോകുമ്പോൾ വിചാരിക്കും ആ വണ്ടിയിൽ ബൈ ചാൻസ് വീണാൽ എന്തായിരിക്കും സ്ഥിതി. അപ്പൊ ഇങ്ങനത്തെ ചിന്തകളൊക്കെ കടന്നു വരിക. ഇത്തരം ചിന്തകൾ എത്ര നാളായിട്ടുണ്ട്? ഹലോ, ഇത്തരം ചിന്തകൾ എത്ര നാളായിട്ടുണ്ട്? ഇത് കുറച്ച് മുമ്പായിട്ട് തന്നെ ഉണ്ട്, ഒരു ആഫ്റ്റർ മാരേജ്. വർഷങ്ങളായിട്ടുണ്ടോ? എത്ര വർഷമായി കാണും? ഒരു 5-10 വർഷമായി. ഇതിന് ഈ പ്രശ്നത്തിനായിട്ട് എവിടെയെങ്കിലും ചികിത്സ എടുക്കുകയോ ആരെങ്കിലും സമീപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇദ്ദേഹം ബുദ്ധിമുട്ടില്ലെങ്കിൽ ഏത് ജില്ലയിലാണെന്നൊന്ന് പറയാമോ? ഏത് ജില്ലയിൽ നിന്നാണ് വിളിക്കുക? ശരി, പറയണമെന്നില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഏത് ജില്ലയിലാണെങ്കിൽ തന്നെ കോഴിക്കോടാണെങ്കിൽ തീർച്ചയായും കോഴിക്കോട് ജില്ലാ ആശുപത്രിയുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്, കോഴിക്കോട് ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രമുണ്ട്. ഇതിലെവിടെയെങ്കിലും എത്രയും പെട്ടെന്ന് പോയി ഒരു മനോരോഗ ചികിത്സാ വിദഗ്ധനെ കണ്ട് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം സംസാരിക്കുകയും ഇതിനൊരു പരിഹാരം തേടേണ്ടതുമാണ്. കാരണം ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, 4-5 വർഷമായിട്ട് ഇങ്ങനെ ചിന്തയുണ്ടെന്ന് പറയുന്നു. പലരും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യം, ശരിക്കും ആത്മഹത്യ ചെയ്യുന്നവൻ ഇത് പറയില്ല എന്നൊരു സംശയം പലരും പറഞ്ഞു കേൾക്കാറുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ്, ഈ പറയുന്നവർ തന്നെയാണോ ഇത് ചെയ്യുന്നത്? അവരുടെ ഒരു മാനസിക അവസ്ഥ എന്താണ്? ആത്മഹത്യയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ നമ്മൾ തിരുത്തേണ്ട ഒരു തെറ്റിദ്ധാരണയാണിത്. ഇത് ചെയ്യാൻ പോകുന്നവൻ ഒരിക്കലും പറയില്ല എന്നുള്ളത്. ഒരിക്കലുമല്ല, നേരെ മറിച്ച് ഈ ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരാൾ തീർച്ചയായും ഇതിനു മുമ്പ് നമ്മളോട് സംസാരിച്ചിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡോക്ടറെ കാണുന്നത്, അടുത്ത സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ 1-2 വാക്കുകൾ ഇനി നമ്മൾ കാണില്ലായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു സാധനം, ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷനോ കോയിൻ കളക്ഷനോ ഉള്ള വ്യക്തിയാണെന്ന് വെച്ചോളൂ, മറ്റൊരു സുഹൃത്തിന് കൊടുത്തിട്ട് ഇനി നീ ഇതെടുത്തോളൂ, എനിക്കിനി ഇതിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല. ഇത്തരം പറയുന്ന സൂചകങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നേരിട്ട് ഇവർ പറയില്ലായിരിക്കും. കാരണം നമുക്കൊക്കെ, നമ്മുടെ ഇന്ത്യക്കാരുടെ തന്നെ ഒരു പ്രത്യേകതയാണ്, നമുക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ പറയാൻ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് ശാരീരിക ലക്ഷണങ്ങളാണ് പറയും. വിഷാദ രോഗം തന്നെ നമ്മൾ കൈവേദന, കാലുവേദന, മുട്ടുവേദന, തലവേദന എന്നൊക്കെ നമ്മൾ പറയുള്ളൂ. അതുപോലെ പുരുഷന്മാരുടെ ഒരു പ്രത്യേകത, നമ്മുടെ സമൂഹത്തിൽ തന്നെ പുരുഷന്മാർ കരയുന്നത് പ്രോത്സാഹിപ്പിക്കാറില്ല. കരഞ്ഞാൽ സാധാരണ ചോദിക്കുന്നത് എന്താണ് നീ സ്ത്രീകളുടെ കൂട്ട് കരയുന്നതെന്നാണ്. മനസ്സിലുള്ള ആ ഒരു ദുഃഖം പ്രകടിപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരു സമൂഹമാണ്. ഒരു സ്ത്രീ തന്നെ കരഞ്ഞാൽ പോലും നമ്മൾ ചെന്ന് കരയാതെ എന്നേ പറയുള്ളൂ. പക്ഷേ എന്താണ് കാരണമെന്ന് ചോദിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. അത്തരത്തിലൊരു വ്യക്തിയിലേക്ക് അടുക്കാൻ, വ്യക്തിയുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇത്തരത്തിലൊരു വ്യക്തി ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞാൽ അത് സജീവമായി നമ്മളത് ഇടപെടുകയും ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്തേക്ക് കൊണ്ടുചെല്ലേണ്ടതാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, നമസ്കാരം, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ സാർ. പിന്നെ എന്റെ ഒരു ബന്ധുവിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അതെ സാർ, ഇയാൾക്ക് ഈ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ട്.
പക്ഷെ അയാൾ ഒരിക്കലും വന്നിട്ട് ഞാനൊരു രോഗിയാണെന്ന് മൂപ്പര് സ്ഥാപിക്കുന്നില്ല. അതെ, അതായത് എനിക്ക് രോഗിയില്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു ടെൻഡൻസിയാണ്. പക്ഷെ എല്ലാവരും സംശയാസ്പദമായിട്ട് ഇയാളെ വീക്ഷിക്കലും എനിക്ക് തരുന്ന ഭക്ഷണങ്ങളിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് കാരണം ഞാൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ തയ്യാറാവുകയാണ് എന്നൊക്കെയാണ് മൂപ്പര് പറയുന്നത്. അപ്പോ ഇയാളെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിക്കുക എന്നുള്ളതിനെ ഇപ്പോൾ വലിയൊരു ചുമതലയായിട്ട് ഇരിക്കുകയാണ്. ഇതിൽ നമുക്ക് എന്ത് വിദ്യയിലുള്ള സാർ ഇയാളെ നമുക്കൊരു ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കാൻ പറ്റും? ഇത് വല്ലാത്തൊരു മാനസിക പ്രശ്നത്തിൽ നിൽക്കുന്ന വളരെ പ്രാധാന്യമുള്ള നല്ലൊരു ബന്ധു അല്ലെങ്കിൽ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹം ഇത്രത്തോളം ഒരു ശ്രദ്ധ എടുത്തതിന് അദ്ദേഹത്തെ ഒന്ന് അഭിനന്ദിക്കാതിരിക്കുക വയ്യ. എന്നാൽ ഇതൊരു മറ്റൊരു വിഷയം തന്നെയാണ്, അതായത് മാനസിക രോഗങ്ങളും ആത്മഹത്യയും എന്നുള്ളതാണ് അതിലേക്ക് എത്തുന്നത്. നാം പറഞ്ഞ പോലെ ഇദ്ദേഹത്തിനൊരു ഭയമാണ്, മറ്റുള്ളവർ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വരുന്നു, അപായപ്പെടുത്താൻ വരുന്നു, ഇതിൻ്റെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും ചിന്തിക്കുന്നത് അവരെന്നെ കൊല്ലുന്നതിന് മുമ്പ്, അവരെന്നെ അപായപ്പെടുത്തുന്നതിന് മുമ്പ് ഞാനങ്ങ് മരിച്ചേക്കാമെന്ന് വിചാരിക്കും. ഇത് മാനസിക രോഗവുമായി ബന്ധപ്പെട്ട ആത്മഹത്യാ പ്രവണതയാണ്. ഇതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നാം അതൊന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമുക്ക് പനിയുണ്ടെങ്കിൽ, നമുക്ക് ജലദോഷമുണ്ടെങ്കിൽ, നമുക്ക് ശ്വാസം മുട്ടലുണ്ടെങ്കിൽ നമ്മെ അറിയിക്കുന്ന ഒരു കേന്ദ്രം നമ്മുടെ തലച്ചോറിലുണ്ട്. ആ കേന്ദ്രം നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് എനിക്ക് പനിയുണ്ടെന്നും എനിക്ക് ശ്വാസം മുട്ടലുണ്ടെന്നും ഞാൻ അറിയുന്നത്. നിർഭാഗ്യവശാൽ മാനസിക രോഗമുള്ളവരിൽ ഈ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തകരാറിലാണ്. ആ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ സ്വാഭാവികമായും എനിക്ക് അസുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എനിക്ക് അസുഖമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയാലല്ലേ ഞാൻ ചികിത്സ എടുക്കുകയുള്ളൂ. അതാണ് ഇത്തരം വ്യക്തികൾക്ക് സംഭവിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ നമുക്കൊരു അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതിന് ഒന്ന് രണ്ട് സൈക്യാട്രിസ്റ്റുകളുടെ സർട്ടിഫിക്കറ്റും ഒക്കെ വേണം. അങ്ങനെയാണെങ്കിൽ മജിസ്ട്രേറ്റിനൊരു ഉത്തരവ് കൊടുക്കാനും ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സിക്കാൻ സാധിക്കും. പിന്നെ ഇദ്ദേഹം ഇത്രത്തോളം അനുതാപപരമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മളൊന്ന് സംസാരിച്ചിട്ട്, ഉദാഹരണം അത് വേറൊരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കണം. അതായത് ഇത്രയും ബുദ്ധിമുട്ടുകളില്ലേ, ആൾക്കാരൊക്കെ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഡോക്ടറെ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്താലോ എന്ന് പറഞ്ഞാണെങ്കിലും ഒരു മാനസിക രോഗ വിദഗ്ധൻ്റെ അടുത്ത് എത്തിക്കണം. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടറെ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ മറ്റൊരു പ്രശ്നം വിഷാദ രോഗമാണ്, പലരിലും കണ്ടുവരാം. എനിക്ക് തോന്നുന്നു കൗമാര പ്രായക്കാരിലും മധ്യവയസ്കരിലും വയസ്സായവരിലും ഒക്കെ കാണുന്ന ഒരു പ്രശ്നമാണിത്. വിഷാദ രോഗത്തിന് പ്രതിവിധികളുണ്ടോ എന്നുള്ളതാണ്. ഇത് ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും പഠനങ്ങൾ കാണിക്കുന്നത് ആത്മഹത്യ ചെയ്യുന്ന ഏകദേശം 80% പേർക്കും വിഷാദരോഗമുണ്ടെന്നാണ്. ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം, വിഷാദരോഗം ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. നാം ചികിത്സിക്കുന്നില്ല. പ്രത്യേകിച്ച് കൗമാരക്കാരെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ധാരണ ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ വിഷാദം വരുമോ, അതിനുള്ള കാരണങ്ങളുണ്ടോ എന്നുള്ളതാണ്. മധ്യവയസ്കരിൽ വിഷാദരോഗമുണ്ട്. പല പഠനങ്ങളും കാണിക്കുന്നത് 70 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാരിലുള്ള ആത്മഹത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ വിഷാദരോഗമാണെന്നുള്ളതാണ്. ഇതിന് വളരെ ഫലപ്രദമായ ചികിത്സകളുണ്ട്. മരുന്നുകൾ ഉപയോഗിക്കുക, നമ്മൾ സ്വഭാവ അവബോധ ചികിത്സ എന്ന് പറഞ്ഞ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുണ്ട്. ഇത്തരത്തിലുള്ള പല ചികിത്സാ രീതികളുമുണ്ട്. ഇത്തരം ചികിത്സാ രീതികളുടെയൊക്കെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വിഷാദരോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുക എന്നുള്ളതാണ്. വിഷാദരോഗത്തിൻ്റെ തീവ്രത കുറയ്ക്കുന്നതോടുകൂടി ആത്മഹത്യാ പ്രവണത കുറയും. എന്ന് മാത്രമല്ല, വിഷാദരോഗം ചികിത്സിച്ചില്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. ഏത് രോഗത്തിനുമുള്ളതുപോലെ ചികിത്സിക്കാതിരുന്നാൽ ആ രോഗം കൂടുതൽ പഴകും, കൂടുതൽ മൂർച്ഛിക്കും. അത്തരത്തിൽ പഴകുകയും മൂർച്ഛിക്കുകയും ചെയ്യുന്ന വിഷാദരോഗങ്ങൾ വീണ്ടും വീണ്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം വിഷാദരോഗം വന്ന് ചികിത്സിച്ച് മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് വരാനുള്ള സാധ്യത ഏകദേശം 10-15% വരുള്ളൂ. പക്ഷേ പഠനങ്ങൾ കാണിക്കുന്നത് ചികിത്സിച്ച് മാറ്റാതെ വിഷാദരോഗം വീണ്ടും വരാനുള്ള സാധ്യത 80%-ലധികമാണെന്നാണ്. അതായത് അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 പേരേക്ക് വിഷാദരോഗം ചികിത്സിക്കാതെ മാറ്റിയാൽ 80 പേർക്കും അത് വീണ്ടും വരാം. വളരെ അപകടകരമായ ഒരവസ്ഥയാണത്. അതുകൊണ്ട് തന്നെ വിഷാദരോഗത്തിന് വളരെ ഫലപ്രദമായി നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും സാധിക്കും. മാനസിക ആരോഗ്യം നമ്മൾ പരിപാലിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഇപ്പം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ, ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ധൈര്യത്തോടു കൂടി ഒരു ഡോക്ടറെ കാണുന്നതിൽ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നത്? പൊതുവേ നാം നേരത്തെ സൂചിപ്പിച്ചതാണ്, ഈ സൈക്യാട്രി എന്ന് പറയുന്ന ശാസ്ത്രശാഖയോട് അല്ലെങ്കിൽ മനോരോഗ ചികിത്സാ വിദഗ്ധൻ എന്ന ആളിനോട് പൊതുവേ സമൂഹം കുറച്ച് ദൂരം പാലിക്കുന്നുണ്ട്. അതായത് ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇത് എന്തോ കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്, നമ്മുടെ മനസ്സിന് ഒരു ബലഹീനതയുണ്ടെന്നുള്ളത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടാവും. ശാരീരികമായി അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൽ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ പോകും, കാണിക്കും. അതിലേറ്റവും രസകരമായ കാര്യം, പലപ്പോഴും ഈ മാനസിക പ്രശ്നങ്ങൾ നമ്മുടെ വ്യക്തികൾ നമ്മളോട് വന്ന് പറയുന്നത് തന്നെ ശാരീരിക രോഗലക്ഷണങ്ങളായിട്ടാണ്. വിഷാദരോഗമുള്ള വ്യക്തികൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനയുണ്ട്, ഉറക്കം ശരിയാവുന്നില്ല എന്നൊക്കെ പറയും. പക്ഷേ തങ്ങളുടെ മനസ്സിൽ, എനിക്ക് മനസ്സിന് വിഷമമാണ്, നമ്മുടെ പുറനാടുകളിലൊക്കെ ആണെങ്കിൽ, ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ ഐ ആം ഫീലിംഗ് ലോ, എൻ്റെ മനസ്സിലൊരു വിഷാദം തോന്നുമെന്ന് ധൈര്യമായി പറയുന്ന ജനസമൂഹങ്ങൾ പലയിടത്തുമുണ്ട്. പക്ഷേ നമ്മളത് പഠിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഈ ദുഃഖം പുറത്ത് കാണിക്കുന്നത് എന്തോ വലിയ മഹാപരാധമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ദുഃഖം കാണിക്കുന്ന ഒരു വ്യക്തിയെ
ദുഃഖിക്കാതെ എന്ന് പറയാതെ എന്തുകൊണ്ടാണ് നിനക്ക് ദുഃഖം വന്നത് എന്ന് നാം ചോദിക്കാറില്ല. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.